നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീതാധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഭജ ഭജ മാനസ ഹരിമനവരദം ഭജ ഭജ മാനസ ഹരിമനവരദം ഭജ ഭജ മാനസ ഹരിമനവരദം ഭജ ഭജ മാനസ ഹരിമനവരദം ഭക്തപാരായണം അതിശുഭചരിതം ഭജ ഭജ മാനസ ഹരിമനവരദം ഭക്തപാരായണം അതിശുഭചരിതം ഭജ ഭജ മാനസ ഹരിമനവരദം ഗുരുവായൂരപ്പ, നാരായണ, അഖില ഗുരു ഭഗവൻ നമസ്തേ. ഞാനിന്നിവിടെ ഹരിനാമ കീർത്തനത്തിലെ 14-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അൻപേണ എൻ മനസ്സി ശ്രീ നീലകണ്ഠ ഗുരു അമ്പോരു ഹാഷമിക വാഴ്ത്തുന്നു ഞാനതിന് 51 അക്ഷരവും ഓരോന്നിതെൻമൊഴിയിൽ അമ്പോട് ചേർത്തു ഹരി നാരായണായ നമഃ. ഇവിടെ ഈ കീർത്തന ഗ്രന്ഥത്തിൽ ഞാൻ ജഗദീശ്വരനോട് സ്തുതിക്കുന്നു. എൻ്റെ വന്ധ്യനായ ശ്രീ നീലകണ്ഠ ഗുരു എന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞ് വിളങ്ങണം. മാത്രമല്ല, ഞാൻ ഈ രചിക്കുന്ന കീർത്തനങ്ങളിൽ 51 അക്ഷരവും ചേരേണ്ട രീതിയിൽ ചേർത്ത് അതിനെ പൂർത്തിയാക്കി തരണം. ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ ആചാര്യൻ ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ക്രമത്തിൽ ഈ ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗുരുകടാക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗുരുകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിനും ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും പറയും അജ്ഞാനം അല്ലെങ്കിൽ അറിവ് തരുന്ന ആളാണ് യഥാർത്ഥ ഗുരു. അത് സത്യമായ ഒരു കാര്യവുമാണ്. നമ്മുടെ ഗുരു നമുക്ക് ആദ്യം ഈ അക്ഷരങ്ങൾ പഠിപ്പിച്ച് അക്ഷരങ്ങളിലൂടെയാണ് നമുക്ക് അജ്ഞാനം മാറ്റിത്തരുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ ഗുരു അജ്ഞാനം മാറ്റുകയും വിജ്ഞാനം പകരുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിവാണ്. അതായത് നമ്മൾ ഈ അക്ഷരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ആ തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താകുന്നത് ഈ വിദ്യാഭ്യാസം നമുക്ക് ഉപകരിക്കേണ്ടത്. അപ്പോൾ സാധാരണ ആൾക്കാരുണ്ട് ഈ വിദ്യാഭ്യാസം കിട്ടി എഞ്ചിനീയർ, ഡോക്ടർ അങ്ങനെയൊക്കെ ആ ഒരു ഇതിലങ്ങ് പോവുകയാണ് ചെയ്യണം. പക്ഷേ ഇവിടെ ഈ അറിവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം, നമ്മുടെ ഒരു സനാതന ധർമ്മം പറയാണ്, അതായത് നമുക്ക് ഈ അറിവ് കൊണ്ട് എന്താണ് നേട്ടം. ജ്ഞാനം അറിവാണ്, അത് നമുക്ക് ഗുരുവിൽ നിന്നും ഗുരുമുഖത്തു നിന്നും നമുക്ക് കിട്ടും, അത് വിദ്യാഭ്യാസം. ഇനി ഇതിന് മുകളിലൊരു അറിവുണ്ട്, തിരിച്ചറിവെന്ന് പറയും. അതാണ് നമ്മുടെ ആത്മീയ ജ്ഞാനം. ആത്മീയ ജ്ഞാനം തരുന്ന ആളാണ് യഥാർത്ഥ ഗുരു. കാരണം നമ്മുടെ മനുഷ്യതത്വം അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിവാക്കി തരാൻ വേണ്ടി ആധ്യാത്മികമായ ഗുരുവാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. അതായത് മനുഷ്യൻ എന്താണ്, മനുഷ്യൻ്റെ ജന്മ ഉദ്ദേശം എന്താണ്, ഈ മനുഷ്യൻ്റെ ജീവൻ എവിടെ നിന്നാണ്, അത് എൻ്റെ ഉൽപ്പത്തി എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അത് നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് ആധ്യാത്മിക ഗുരുവിൻ്റെ അനുവാദമില്ലാതെ അല്ല ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമില്ലാതെ നമുക്ക് നടക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുത്തച്ഛൻ നമ്മുടെ ഹരിനാമ കീർത്തനത്തിലൂടെ നമുക്ക് ആചാര്യനാകുമ്പോൾ ആ എഴുത്തച്ഛനും ഒരു ആചാര്യനുണ്ട്. ആ ആചാര്യൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്ന് നമ്മളെ
എഴുത്തച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു ഇല്ലേ. എഴുത്തച്ഛനാണ്, മഹാചാര്യനാണ്, അതായത് സത്യാന്വേഷി ആയിരുന്നു. എന്താണ് ജീവനെന്നും ജീവൻ മോക്ഷം എന്താണെന്നും മനസ്സിലാക്കിയ ഒരാളായിരുന്നു നമ്മുടെ എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛനും അദ്ദേഹത്തിന്റെ ഗുരുവായ നീലകണ്ഠ ഗുരുവിനെ വന്ദിക്കുന്നു. അപ്പോൾ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന് വേണ്ടുന്ന തിരിച്ചറിവെന്ന് പറയുന്നത് ഗുരുത്വം. എന്താണ് ഗുരു? ഗുരു നമുക്ക് തരുന്ന വിദ്യാഭ്യാസം, അതിലുപരി ആത്മീയ വിദ്യാഭ്യാസം. അപ്പോൾ അങ്ങനെയൊക്കെ തരുന്ന ഗുരുവിനോട് നമുക്ക് എന്താണ് ഉണ്ടാവേണ്ടത്? ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് എന്തുണ്ടാവണം? ഗുരുത്വം, അംഗീകാരം. അവർ നമ്മെ അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഏതാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ വഴി നമുക്ക് അതിനൊരു അനുഗ്രഹവും പൂർത്തീകരണങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അപ്പൊ ആചാര്യൻ ഇത്രയും ഒരു മഹത് ഗ്രന്ഥം എഴുതുമ്പോൾ ഇത് മാത്രമല്ലല്ലോ, ഭാഗവതം, കിളിപ്പാട്ട് പോലെ എഴുതിയിട്ടുണ്ട്. എല്ലാം കുറേ പുസ്തകങ്ങൾ ആചാര്യൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ എഴുത്തച്ഛൻ്റെ ഗുരുഭക്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ജ്ഞാനമില്ലെങ്കിൽ പോലും ഗുരുവിനെ മനസ്സാ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ആ ജ്ഞാനം കിട്ടിയ വഴി തെളിയും. അതാണ് യഥാർത്ഥ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടുന്ന ശിഷ്യന്മാർക്കുണ്ടാകുന്ന മാറ്റം. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് കാരണം വേറൊന്നുമല്ല, ആ എഴുത്തച്ഛൻ ആചരിക്കുന്ന ആ ഗുരുഭൂതന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും മഹത്തരമായ ഒരു ഹരിനാമ കീർത്തനം നമ്മളിൽ ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാക്കി തരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആധ്യാത്മികത തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പോലും നമ്മൾ ആചരിക്കുന്ന, നമ്മൾ ഗുരുവായി അംഗീകരിക്കുന്ന ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതായത് ഗുരു ദൈവം എന്നാണ്. മാതാ പിതാ ഗുരു ദൈവം. നമ്മൾ ആദ്യം കാണുന്നത് ആരെയാണ്? നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അമ്മയാണ് കാണുന്നത്. അമ്മയെ അതിനു മുമ്പേ നമ്മൾ അറിയുന്നു. എങ്ങനെ? നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെ അമ്മയുടെ ശ്വാസവും അമ്മയുടെ ഉച്ഛ്വാസവും അമ്മയുടെ നിശ്വാസങ്ങളും അമ്മയുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ഒരു കുട്ടിയെ നേരത്തെ ബാധിക്കും. അതുകൊണ്ടാണ് അതിന് അമ്മയ്ക്ക് സ്പർശനമില്ലാതെ അതിന് അമ്മയെ മനസ്സിലാക്കും. അപ്പോ ആദ്യം കാണുന്നത് ഒരു കുഞ്ഞ് അമ്മയെയാണ്. അപ്പൊ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ആദ്യം നമ്മളെ കാണുന്നു. മൂന്നാമത് നമ്മൾ കാണുന്ന ആളാണ് ഗുരു. അപ്പോ ആ ഗുരുവാണ് നമുക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമുക്ക് അറിവെന്ന് പറയുന്ന സമ്പ്രദായം തരുന്നത് നമ്മുടെ ഗുരു തന്നെയാണ്. ആ ഗുരു നമുക്ക് തരുന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഉയർച്ചയുണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഗുരു ആരാവുന്നു? ദൈവമാവുന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെതായ ദൈവം എന്താണെന്ന് ആധ്യാത്മിക ഗുരുവായി മാറുമ്പോൾ ഈശ്വരൻ താനാണെന്ന് മനസ്സിലാക്കുന്ന ഗുരുവാണ് നമുക്ക് അടുത്ത ശിഷ്യനെ ഇത് പഠിപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ അതാരാവുന്നു? ഈശ്വരൻ. അപ്പൊ ആദ്യം ഈശ്വരൻ ഗുരുവായി വന്ന് ഇതുപോലുള്ള ഋഷീശ്വരന്മാരെ ഗുരുക്കന്മാരാക്കി അവരതിൽ നിന്നും അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്താതെ തന്നെ അടുത്തടുത്ത പരമ്പരകളായി നമ്മൾ അറിയുന്നത് വ്യാസൻ, അഗസ്ത്യൻ ഇങ്ങനെയുള്ള മുനികളെ കുറിച്ചാണ്. അവരിൽ നിന്നാണ് നമ്മുടെ ഈ സനാതന ഗ്രന്ഥങ്ങളിലേക്കൊക്കെ അവര് രചിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ വ്യാസനാണ് ഭാഗവതം അല്ലേ. അപ്പോ അഗസ്ത്യനാണ് ലളിത സഹസ്രനാമം എഴുതിയിരിക്കുന്നത്. അപ്പോ അതൊക്കെ നമ്മള് ഹയഗ്രീവൻ മനസ്സിലാക്കി അതിനുശേഷം ഹയഗ്രീവൻ അഗസ്ത്യ മുനിക്ക് കൊടുക്കുന്നു. ആ അഗസ്ത്യന് ഉപദേശിക്കുന്ന ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ലളിത സഹസ്രനാമം. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങള് ഋഷി വര്യന്മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? പരമഗുരുവായ നമ്മുടെ പരബ്രഹ്മത്തിൽ നിന്ന് വന്നവരാണ് ആദ്യ ഋഷിമാര്. അവരുടെ അവതാരങ്ങൾ എടുത്ത് വന്നവർ. അങ്ങനെ നമുക്ക് ഈ ഗുരു അനുഗ്രഹമാണ്. ആ ഗുരു അനുഗ്രഹങ്ങളാണ്, ഗുരു പരമ്പരയിലൂടെയാണ് നമ്മുടെ ഈ അവസാനം വരുന്ന നമ്മളെ പോലുള്ളവർക്ക് കിട്ടുന്ന ഗുരുക്കന്മാര്. ഓരോ പരമ്പരകൾ കടന്ന് ഗുരു പരമ്പര എന്ന് പറയുന്നത് ആണ് സർവസ്വം. അതിന്റെ ആദ്യ ഗുരുവാണ് നമ്മുടെ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പൻ. ആ ഗുരുവിൽ നിന്നാണ് നമുക്ക് എല്ലാ ഉപദേശങ്ങളും മറ്റ് അങ്ങോട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്നത്. അതിൽ നിന്നാണ് നമ്മളൊക്കെ ഇവിടം വരെ ഇതിലൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഗുരുവിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മൾ ഏത് കാര്യത്തിനാണോ പഠിക്കാനായാലും ഭൗതികമായാലും ആത്മീയമായ ദൈവികമായാലും എന്ത് നമ്മൾ പഠിക്കാൻ പോണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്ന ഗുരു
എങ്ങനെയുള്ളവരായിരിക്കണമെന്നും ആ ഗുരുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് അനുഭവമായി എടുക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ നമ്മുടെ വരുന്നത് തന്നെ ഭാരതത്തിന്റെ സംസ്കാരമായിട്ടാണ് വരുന്നത്. ഈ ഗുരു പരമ്പര നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം തന്നെ ഈ ഗുരു പരമ്പരകളിലൂടെ വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം അതിലൂടെയാണ് നമ്മുടെ ഒരു ഭാരത സംസ്കാരം നിലനിൽക്കുന്നത്. അപ്പൊ ഈ സംസ്കാരങ്ങൾ മറ്റുള്ള രാജ്യക്കാർക്കും വളരെയധികം താല്പര്യമുണ്ട്. കാരണം നമ്മുടെ ഈ പൈതൃകങ്ങളും സംസ്കാരങ്ങളും ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോയില്ലേ ബ്രിട്ടീഷുകാർ അല്ലെ. അവരിപ്പോ അമേരിക്കയിൽ അവിടെ ഇവിടെ നമ്മുടെ പൈതൃകങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട്? ആ ഭാരത സംസ്കാരം അത്രയും വളരെ വളരെ മനോഹരമായ ഒരു ഗുരുപരമ്പര സമ്പത്താണ്. എല്ലാ കലകളും എല്ലാ പുസ്തകങ്ങളും എല്ലാ രീതികളും എല്ലാം നമ്മുടെ തനതായ ഗുരു പരമ്പരകളിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എഴുത്തച്ഛന് ഈ പറഞ്ഞതുപോലെ അക്ഷരങ്ങളിൽ തുടങ്ങി അത് ഭംഗിയാക്കി ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ഗുരുവായ നീലകണ്ഠ ഗുരു എന്നിൽ ചൊരിഞ്ഞു വിളങ്ങണം എന്ന് പറയുമ്പോൾ അതിന്റെ സാരം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇത്രയും വലിയൊരു ഹരിനാമകീർത്തനം എന്ന് പറയുന്നത് മോക്ഷദായകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ജപിക്കുന്നവർക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള വിഷമതകളും ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങൾക്ക് എന്തൊക്കെയാണ് കാരണമെന്ന് പറയുന്നു, ആ കാരണത്തിന് പരിഹാരം എന്താണെന്ന് പറയുന്നു, അതിന് നമ്മൾ തേടി അനുസരിച്ച് പോകണമെന്ന് പറയുന്നു. അവസാനം ഇത് ആഗ്രഹിക്കുന്നവർക്ക് ഇച്ഛിപ്പവർക്കെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാനുഷിക ശാസ്ത്രം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഷഡാധാര ചക്രങ്ങളുണ്ടെന്നും ആ ചക്രങ്ങളിലൂടെ കുണ്ടലിനി ശക്തിയെ നമ്മുടെ ബ്രഹ്മനിഷ്ഠയോടുകൂടി സന്യാസത്തിലൂടെ നമ്മളത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ സത്യം നമ്മൾ ആചരിക്കുന്ന ആ ഭഗവാൻ ഒന്നാണെന്ന് നമ്മളെ അറിയിക്കുമെന്നും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ബൃഹത്തായ ഒരു കൃതിയാണ്. അപ്പോൾ ആ കൃതി എഴുതുന്ന ആള് എത്രത്തോളം ഗുരു കടാക്ഷമുള്ള ആളാണെന്ന് നമുക്കിവിടെ പറയേണ്ടിയിരിക്കും. ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും ഗുരുവിനോട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? പഞ്ചമഹാപാദങ്ങളിൽ ഒന്നാണ് ഗുരു നിന്നെന്ന് പറയുന്നത്. ഗുരു നിന്ന കണ്ടിട്ട് അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ അവസാനം ഉമിത്തിയിൽ ഇറങ്ങി നിന്ന് നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് അതിലൊരു തത്വം നമ്മൾ കേട്ടിട്ടുള്ളത് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ നമുക്ക് ഇത് കൊടുക്കുന്ന എന്തിനാണ്? നമ്മൾ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെ ഇവിടെ പിടിച്ച് സന്യാസിയാക്കാനല്ല. അവരുടെ ജീവിതശൈലികളിൽ എന്താവണം? ഗുരുത്വം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും ആ ഗുരുത്വത്തിലൂടെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്താലേ അവർക്കത് ഗ്രഹിക്കത്തുള്ളൂ. ഒരു തലയിൽ കിടക്കും. അത് നമ്മൾ കുട്ടികളെ സംഗീതം പഠിപ്പിക്കും ഇല്ലേ, നൃത്തം പഠിപ്പിക്കും. 3 വയസ്സിൽ നമ്മൾ തുടങ്ങിക്കുമ്പോൾ പറയും ഈ കുട്ടി എന്ത് പഠിക്കാനില്ല. പക്ഷെ ആ കുട്ടിയുടെ ബോധത്തിൽ അത് കിടക്കും. ഈ പഠിക്കുന്ന ഒരു കുട്ടി സ്വരങ്ങളും വരിശകളും ഒക്കെ പഠിച്ചിട്ട് 5-6 വയസ്സ് കഴിയുമ്പോൾ അതിന്റെ മെമ്മറിയിൽ നിന്ന് അത് എടുത്തത് പാടേണ്ട ഒരു കഴിവ് അതിനുണ്ടാകും. ഇതൊക്കെ ഗുരുകടാക്ഷങ്ങളാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന സമ്പ്രദായം, പഠിപ്പിക്കുന്ന സമ്പ്രദായം ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഗുരുവിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു പോയി. അപ്പൊ ഇതൊക്കെ എന്നിലുള്ള അറിവുകളാണ്. അപ്പൊ നമ്മുടെ ഈ സംസ്കാരം തന്നെ ഈ ഗുരു പരമ്പരകളിലൂടെ തന്നെയാണ് നമുക്കുള്ളത്. ആ പരമഗുരുവായ മഹാവിഷ്ണു ചമച്ച ഗുരു സമ്പ്രദായത്തിൽ നിന്ന് വന്ന ഋഷിമാരിലൂടെ ആ ഋഷിമാരിലൂടെ ഓരോ കാര്യങ്ങൾ വന്ന് പുസ്തകങ്ങളും വേദങ്ങളും ഉപനിഷത്തിന്റെയൊക്കെ സാരം നമ്മുടെ പുരാണങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാനാണ് ആ ഗ്രന്ഥങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നതും അതിൽ വിജയം കണ്ടെത്തുന്നതും ആ ഓരോരോ ഋഷിമാരുടെ അനുഗ്രഹമാണ്. ഭാരതത്തിന്റെ അനുഗ്രഹമാണത്. ആ ഗുരുവര്യന്മാരുടെ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഭാരതത്തിലുള്ള വിജയം. നമ്മുടെ എന്ത് സംസ്കാരങ്ങളുടെയും ഇതെല്ലാം അതിലൊക്കെ എല്ലാ വേദത്തിലും ഉപനിഷത്തിലും ഉണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം. നടക്കാത്ത ഒന്നില്ല. ഭഗവത്ഗീത പറയുന്ന പോലെ മുമ്പുണ്ടായിരുന്നതും ഇന്നുള്ളതും ഇനി നാളെ വരാനുള്ളതും എല്ലാം അതിൽ തന്നെയാണ്. ആ ഋഷിവര്യന്മാരിലൂടെ നമുക്ക് അറിയാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി നമ്മുടെ കുട്ടികളെ ഗുരുത്വത്തോടുകൂടിയാണ് വളർത്താൻ. വേറെ ഒന്നും അവർക്ക് കൊടുക്കണ്ട. കുട്ടികളെ സ്കൂളിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഓരോരോ സ്ഥലങ്ങളിലെ പ്രത്യേകതയാണ്. ഗുരുക്കന്മാരെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കണം. അതിനും പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ മുകളിലുള്ളവരാണ് അത്
ചെയ്യേണ്ടത്. അത് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ അതൊക്കെ സായിപ്പിന്റെ രീതിയിലാണ്. ഗുരുവിനെ കണ്ടാലൊന്നും മിണ്ടുന്ന ഒരു മനോഭാവമൊന്നും കുട്ടികൾക്ക് ഇപ്പം പൊതുവേ ഇല്ല. അതപ്പം നമ്മളെ പോലുള്ളവര് കുടുംബത്തിനകത്തിരിക്കുന്നവരില്ലേ, ഒരു പ്രായം കഴിഞ്ഞാൽ എന്തിനാണ് ഈ സന്യാസം സ്വീകരിക്കണം എന്നല്ല, ഈ സനാതന ഗ്രന്ഥങ്ങൾ അറിയുകയും അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ സനാതന ഗ്രന്ഥങ്ങൾ പഠിക്കുകയും നമ്മൾ ഈ നമ്മുടെ ആധ്യാത്മികതയിലേക്ക് നമ്മുടെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അതിന് മുമ്പേ കുട്ടിക്കാലത്തെ തുടങ്ങേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് ജീവിത വിജയം ഉണ്ടാവുമെന്ന് ആദ്യം പഠിക്കുക. സന്യാസിയാവാൻ നമ്മൾ പഠിച്ചാലൊന്നും നടക്കത്തില്ല. അതിനൊക്കെ ഒരു ഇതുണ്ട്. സന്യാസം സ്വീകരിക്കണമെങ്കിൽ അതിനും ഒരു ഭാഗ്യം ഉണ്ടാവണം. പക്ഷെ നമ്മുടെ ആദ്യ പടികളാണ് എന്താണ്? ജീവിത വിജയം. അതിന് ആധ്യാത്മികതമായ പഠനം നമുക്ക് വളരെയധികം ആവശ്യമാണ്. കാരണം നമ്മുടെ പൈതൃകങ്ങളെല്ലാം ഗ്രന്ഥങ്ങളിൽ ശരിക്കും ഋഷിമാരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മരുന്നുകളായാലും ശരി, നമ്മുടെ ആരോഗ്യ സംരക്ഷണമായാലും ശരി, നമ്മുടെ എന്ത് കാര്യങ്ങളായാലും നമ്മുടെ എല്ലാ രീതികളും ആ പരമ്പരകളിൽ നിന്നാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് വലിയ എന്ന് വെച്ചാൽ അതിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമല്ല. അതിനെ അങ്ങനെ വേണം നമ്മൾ കാണാൻ. ഗുരു പരമ്പര എല്ലാം ഗുരു പരമ്പരയിൽ നിന്ന് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഗുരു പറയാതെ ഒരു അറിവ് ഇവിടെ ആർക്കും ഉണ്ടാകാൻ പറ്റില്ല. ആ അറിവാണ് നമുക്ക് ഇന്ന് നമ്മൾ ഒരു ഗുരുവായ ആചാര്യനായ നമ്മുടെ സത്യാന്വേഷിയായ എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമ കീർത്തനം നമ്മളെപ്പോലുള്ളവർക്ക്, വലിയ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റാത്തവർക്ക്, വീട്ടിലിരിക്കുന്ന വീട്ടമ്മയായിട്ടിരിക്കുന്നവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും കുടുംബം സംരക്ഷിക്കാനും കുടുംബത്ത് വരുന്ന സർവ്വ വിപത്തുകളായാലും നമുക്ക് താങ്ങാൻ പറ്റാത്ത പ്രതിബന്ധങ്ങളായാലും ഇതൊക്കെ തരണം ചെയ്യാൻ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലെ സാരങ്ങളായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം എന്താവും? വളരെ സന്തോഷകരമായി പോകും. നമുക്ക് എല്ലാവർക്കും സന്യസിക്കാൻ പറ്റില്ല. പക്ഷെ സന്യാസം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എന്താവാം? ഈ തത്വങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ കുടുംബം, അതിന് ചുറ്റും വരുന്ന നമ്മുടെ ഏരിയ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ജീവിതത്തെ ഒരു നല്ല രീതിയിൽ കരുപിടിപ്പിക്കുക. അതായത് കലികാലമാണ്. കലികാലത്ത് യാതൊന്നും നമുക്ക് നേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആ ആളുകളുടെ കീഴ്വഴക്കും പെരുമാറ്റങ്ങളും ഒക്കെ. അപ്പൊ ഈ സംസ്കാരങ്ങൾ കൂടുതൽ എടുത്ത് നമ്മൾ പുറമെ കൂടുതൽ എക്സ്ട്രാ പറഞ്ഞാലേ അത് എങ്ങനെ ആൾക്കാരെ നമുക്ക് പറയിച്ചാൽ അത് കേൾക്കും എന്നുള്ള ആ ഒരു എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്കിത് പുറത്ത് കേൾക്കാൻ പറ്റുള്ളൂ. ആചാര്യന്മാരും അവരൊക്കെ പറയുന്ന ആ തലത്തിൽ നമുക്ക് എത്തണമെങ്കിൽ ആദ്യമേ നമ്മൾ ഇങ്ങനെയുള്ള ചവിട്ടുപടികളിലൂടെ കയറി പോകുമ്പോഴേ നമുക്ക് അതിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ ഒരു കാര്യം എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ഇനി ആയാലും ശരി, നമ്മൾ ഏതൊരു പുസ്തകമാണ് വായിക്കുന്നത് ആ പുസ്തകം എഴുതിയാകുന്നത് അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ ഓതറിനെ നമ്മൾ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ? ആ പുസ്തകം വായിക്കാൻ. ആ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അറിയാതെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ ഉദ്ദേശം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ അതിനെ കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിത വിജയത്തിനാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഫീലിങ്സ് നമുക്ക് ചില നേരത്തെ നമ്മുടെ കണ്ണ് നനച്ചെന്നിരിക്കും. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, ഒരു ഊരാക്കുടുക്കാണ് ലൈഫ്. ആ ഊരാക്കുടുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ഗുരുപരമ്പരകൾ ചെയ്തു വെച്ചിട്ടുള്ള പുസ്തകങ്ങളും അവരെ പോലെ അത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ പറയുമല്ലോ സത്സംഗങ്ങളും ഒക്കെ നമുക്ക് കേൾക്കേണ്ട ആവശ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ എവിടെ കൊടുത്തിട്ട് കാര്യമില്ല, ഭൗതികതയിൽ കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ വിഷമിക്കുള്ളൂ. എന്ത് ഏത് എപ്പോ നമുക്ക് കടന്നു പോകണം എന്നുള്ള ആ ബുദ്ധി ഉപദേശമൊക്കെ നമുക്ക് തരുന്നത് ഇങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വായിക്കാനും ചെറിയ ചെറിയ പുസ്തകങ്ങളാകട്ടെ വലിയ വലിയ പുസ്തകങ്ങളാകട്ടെ എല്ലാത്തിൻ്റെ സാരാംശം ചിലപ്പോൾ ഒന്ന് തന്നെയായിരിക്കും. ഏത് മതമായാലും ഏത് ഭാഷ ആയാലും ഏത് വസ്ത്രമായാലും അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ആ ജീവൻ എന്ന് പറയുന്ന പരബ്രഹ്മം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതിൻ്റെ പൈതൃകങ്ങൾക്കനുസരിച്ച് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാം ഒന്നാണ്, മണ്ണിൻ്റെ മക്കളാണ്, ഭൂമി ദേവിയുടെ മക്കൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കൂടുതൽ പറയുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഭൂമിയുടെ മക്കള്, ആ ഭൂമിയിലെ എല്ലാ മക്കൾക്കും അമ്മയുടെ മുന്നിൽ ഒരേ സ്ഥാനമാണ്. ആ ഭൂമി ദേവി തന്നെ നമ്മുടെ ആദ്യത്തെ ഗുരു, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി ദേവി അല്ലേ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇന്നത്തെ ഈ സത്സംഗത്തില് ഇത്രയും ചെറിയ കാര്യങ്ങൾ ഗുരുവിന്റെ കാര്യം പറയാൻ വേണ്ടി. അപ്പൊ നമുക്കും ഇല്ലേ, നമ്മളെ ഒരുപാട് ഗുരുക്കന്മാർ പഠിപ്പിച്ചാണ് നമ്മൾ കടന്നിവിടം വരെ എത്തിയത് ഇല്ലേ.
പക്ഷെ ആ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ തന്നെ, ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണ്, ഞാൻ ഗുരുവിനെ വളരെ അധികം ബഹുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു ഗുരുവിനെ കുറിച്ച്, എൻ്റെ ഗുരുവിനെ കുറിച്ച് അങ്ങനെ ഞാൻ പറയാനായിട്ട് എനിക്ക് അതിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. കാരണം അവരവരുടേതായ രീതിയിലുള്ള അറിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ അറിവുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം ഭഗവാൻ ഈശ്വരന്റെ കടാക്ഷമാണ്. അത് ഗുരു തന്നെയാണ്. ആ ഈശ്വരന്റെ ഗുരുത്വത്തിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഇപ്പൊ ഭാഗവതം പറയുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ആ സാക്ഷാൽ ഭഗവാനാണെന്ന് സങ്കല്പിച്ചിട്ട് അതിനെ ആ ഒരു ബഹുമാനം കൊടുത്ത് ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ഒരുവിധം മുന്നേറ്റ് ജീവിച്ചൊക്കെ പോകാൻ കഴിയും. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ ഭഗവാൻ ഒന്നേ ഉള്ളൂ ഇല്ലേ? ആ ഒന്നെന്നുള്ള ഭാവത്തിൽ എല്ലാവരും കണ്ടാൽ രണ്ടെന്നൊരു വികാരം ഉണ്ടാവില്ല. രണ്ടാമത്തെ വികാരം അത് ഇത് എന്നാണ്. അത് ഇതില്ലാതെ ആ ഒന്നേ ഉള്ളൂ. അതൊക്കെ കൊണ്ടുവരണമെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണേ നമ്മുടെ ഈ ലൈഫിൽ, ഈ കലികാലത്ത് പ്രത്യേകിച്ച്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ജീവിതത്തിന്റെ പകുതി ഭാഗത്തിൽ കൂടുതലും ഈശ്വരനിൽ തന്നെ കൊടുക്കുക, ആധ്യാത്മികതയെ തന്നെ കൊടുക്കുക. എങ്കിലേ നമുക്ക് ഈ ജീവിതത്തെ ഭംഗിയാക്കി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും ഈ ഒരു ജീവിതവൃത്തിയും ജീവിത ഐശ്വര്യവും എല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അൻവേണ എൻ മനസ്സിൽ ശ്രീനീലകണ്ഠ ഗുരു വമ്പോരു ഭാഷമിക വാഴ്ത്തുന്നു ഞാനതിന്. അൻപത്തൊരക്ഷരവും ഓരോ നീതിൻ മൊഴി അമ്പോടു ചേർത്തു ഹരി നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.